അധ്യായം ഇതിൽ 31 ചൊല്ലിയിടിനേ സാധ്യമെന്തിനിയൊന്നു മോക്ഷമാർഗത്തിൻ മീതേ എന്നതു കേട്ട നേരം ശൗനകാദികൾ സൂതൻ തന്നോട് പറഞ്ഞതു സാക്ഷാൽ മോക്ഷൈക ഫലം സംക്ഷേപിച്ചറിയിച്ചതേതുമേ മതിവരാ സംക്ഷേപിക്കേണ്ടതോന്നുണ്ട് അതികഥയല്ല സകലമതു മുക്തി സാധനമായിട്ടുള്ളൂ സകല സാരമോക്ഷ വിസ്താരം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്ക് ഇന്നിതിലാശ പറഞ്ഞാൽ കേൾക്കിലേ മതിയാകും പലർക്കും ഇതു രസിച്ചിടുവാനുള്ള ഹേതു ചിലർക്കെന്നാലും പോരും ഞങ്ങൾ പോരും ശ്രദ്ധാഭക്തികളോട് ഇങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതൻ തന്നോട് ചൊന്ന ശേഷം ചൊല്ലിനാൽ കേൾപ്പിച്ചോന്നന്തമില്ലെന്നാകിലും ചൊല്ലും ചൊല്ലാത്തതായുമല്ലോ കേവലം ആത്മാകൊണ്ട് ചൊൽകിലേതുമേ കുറവില്ല ഏകാത്മാ കൃഷ്ണൻ കൃപ രണ്ടെണ്ണാകിലും ഉണ്ടാകും ചൊൽവതു കുറവെന്നാൽ കാരുണ്യ കാത്തുകൊള്ളു ചൊല്ലു വല്ലഭം എന്നാൽ മോദിച്ചു പാലിച്ചിടോ ബന്ധമോക്ഷങ്ങൾ രണ്ടും മായയാൽ എന്ന് കൃഷ്ണൻ അന്തർമനസ്സി തെളിഞ്ഞരു ചെയ്തിരിക്കുന്നു സംസാരം മായാമയമെന്ന തങ്ങിരിക്കലും സംസാരവിനാശരൻ തൻ കഥ ചൊല്ലിക്കൊണ്ടും കേൾക്കയും കേൾപ്പിക്കയും നല്ലതു സംസാരത്തെ തീർക്കുവാൻ എളുതന്നുമായതു മൂലമായി തങ്ങൾക്കു വശമുള്ളതുപോലെ ജഗന്മംഗലാത്മാവു തന്നെ സേവിച്ചൽ നന്നായി വരും എന്നരുൾ ചെയ്തിരിക്കും ആത്മാരാമനം ഗുരു തന്നുടെ വൃത്തന്ത വേദാന്ത സംഗ്രഹസാരമാദിയെ സംക്ഷേപിച്ചു ക്രമം പോലെ വേദിച്ചു പുൽവിനെന്നു പറഞ്ഞു സൂതൻ ധർമ്മസ്ഥാപനരുകരനാകിയ നാരായണൻ നിർബലൻ ഏതുപോലെ ചെയ്തു ഒന്നേ ചരിത്രങ്ങൾ ചെയ്ത അവ കേട്ടു സന്ദേഹമകന്നൊരു പന്നവൻ വിഷ്ണുരാധൻ വന്നിച്ചു ചോദ്യം ചെയ്തു ശ്രീ ശുകമുനിയോട് നന്ദനന്ദനൻ ജഗന്മംഗലൻ നാരായണൻ അന്യമൊന്നില്ലെങ്കിലും മാധവരാജ്യസ്ഥിതി തന്നുടെ മനോമയം കൊണ്ടു ചെയ്തിരുന്ന അതിൽ പിന്നെ ആചരിച്ചതെന്തെന്നും സംഹാരറിയിച്ചിടണം എന്നു കേട്ട നേരം മതഘാതവും ചെയ്തു ശ്രീശുകൻ ആളും ചെയ്തു മനപാകെട്ടുകൊള്ളുക മോക്ഷ സാധനക്രമം ഭൂപതി ദയാപതി സൽപതി സദാംപതി ശ്രീപതി ദ്വാരാപതി തന്നിൽ പേവുന്ന കാലം മേദിനി ഭാരമെല്ലാം തന്ത്രിത പ്രകാരവും മേദിനി പതേ കേട്ടുകൊള്ളുക വഴി പോലെ ശ്രീകൃഷ്ണ യദുക്കളോടും
സരാമനായ കുലമെന്നെ ദൈത്യവതജ്ജെയ്തിട്ടുടൻ ഭൂമിക്കുണ്ടായ ഭാരം പിന്നെയും തീർത്തിടുവാൻ ഭൂമി പാലകന്മാരാ ധൃതരാഷ്ട്രജന്മാരെ പാണ്ഡുനന്ദനന്മാരോടേറ്റവും സ്പർദ്ധിപ്പിച്ചു. പാണ്ഡവ പത്നിയായ പാഞ്ചാലിഹേതുവായും യുദ്ധഹേലനഗജഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റു ഓരോന്നിത്തരമുണ്ടാക്കിയിട്ടു അവരോടൊന്നിച്ചുകൂടിയിടിന ദുഷ്ടന്മാരമൃപതിവരന്മാരെ കുന്നിട്ടു ഭൂഭാരത്തെ സകലം കളഞ്ഞിരു. ഭാരത സമരത്താൽ സകലകലാനിധി അപ്രമേയാത്മരൂപൻ ഏവമെല്ലാമേ മുന്നേ നിന്നോടു ചൊല്ലിയിടിതെ. കേവലൻ ദ്വാരകയിൽ സ്വൈരമായി വസിക്കുന്നാൾ യാദവകുലമേറ്റം വർദ്ധിച്ചു വരികയാൽ മേദിനിതനിക്കവരാലും ഭാരമായി വന്നു. അനേകം യദുകുലകൽമഷഭാരം തീർപ്പാൻ നന്ദനന്ദൻ സത്യസങ്കൽപ്പൻ നാരായണൻ ചിന്തിച്ചു. വേണു തമ്മിലൊരുമിട്ടുണ്ടാവും അഗ്നി അന്തരം വരുത്തുന്നു വേണുഗാനനം എല്ലാം എന്നതുപോലെ വിപ്രന്മാരുടെ സപാതി കൊണ്ട് ഇന്ന് യാദവ കുലമൊട്ടുടുക്കുവൻ എന്ന് ചിന്തിച്ചു. ജഗന്മയനാകിയ ലോകനാഥൻ തൻ തിരുവടിയുടെ മായമാർഗറിയാവൂ. അന്നേരം പരീക്ഷിത്ത് ചോദിച്ചു ശുകമുനി തന്നുടെ കൃഷ്ണഭക്തന്മാരായ വൃഷ്ണികൾക്ക് ഇങ്ങനെ ഭവിച്ചിടുവാൻ എന്തു ബന്ധം? ശവനാശനൻ കൃഷ്ണൻ വംശജോസ്തവനല്ലോ. യാതൊരു നിമിത്തമായി ഉണ്ടായി വിപ്രശാപം ഏതൊരു വിധമതും അരുളി ചെയ്യണമേ. സർവാത്മാവായി സർവകർമാചാരാത്മാവായി സർവപുണ്യൗകകർമ്മ മൂലകാരണനായി സ്വരൂപനായി തന്റെ ത്രിവിധകരണത്താൽ തൽ സ്വയം കീർത്തിധാമനാമകർമാദികളായി സകല കലിമലദോഷ സംഹാരം ചെയ്യും സകലാത്മകൻ വസുദേവ മന്ദിരത്തിങ്കൽ സകല ഗുണനിധി വസിക്കും കാലത്തിങ്കൽ സകലാത്മക ചിന്തയറിഞ്ഞു മുനീന്ദ്രന്മാർ കശ്യപ ഭൃഗുഭരദ്വാജരും വസിഷ്ഠ ഇത്യാദ്യന്മാരാകും മുനിമാർ പലരും ഒരുമിച്ചു ആദ്യനാം കൃഷ്ണൻ തന്നെ കാണാനായിരുന്നള്ളി. വേദവേദാന്തവേദ്യന്മാരാകും മുനികളെ ഭഗവൽ പുത്ര പലരിവരെ കണ്ട നേരമകമേ നിരൂപിച്ച അവരെ ചരിക്കാനായി ആദിനു സാമ്പണ്ടന്നെ ഗർഭിണി വേഷമാക്കി മതിമാന്മാരാം അവരോട് ചോദിച്ചിടിനാ